friends, I'm Rani. Welcome to my channel. Salt and Pepper. ഇന്ന് ഞാൻ പുതിയ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് എൻ്റെ കുഞ്ഞിന് ഒരു ലെഹങ്ക വേണമെന്ന് പറഞ്ഞു. കുഞ്ഞിനെ ഓൺലൈനിൽ ഞാൻ കുറേ ലെഹങ്കാസ് കാണിച്ചിട്ട് അവൾക്കൊന്നും ഇഷ്ടപ്പെടുന്ന ആൾ പറഞ്ഞു ടൂ മച്ച് വർക്ക് അമ്മ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു ഞാൻ കുറേ ഈടെയായിട്ട് കുറച്ച് സാരി വാങ്ങിയത് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കാത്ത സാരിയാണ്, ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാരിയാണ്. അപ്പോൾ ഞാൻ അവളെ കാണിച്ചു മോനെ ഇതേ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ഒരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അതുകൊണ്ടെന്നാൽ പാവാട തയ്ക്കാമ എന്നിട്ട് അതിന് ചേർന്ന് മാച്ചിങ് ബ്ലൗസ് തയ്ക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ഞാനത് ഗുഡ് ഐഡിയ ആണല്ലോ. അപ്പം ഇതാന്ന് വെച്ചാൽ എനിക്കൊന്നൊരു ലെസ് ദാൻ 1000 ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. ആ സാരി ഞാൻ മറന്നു, ഞാൻ കുറച്ച് നാളെ അത് വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പോൾ ആ സാരി കൊണ്ട് ഞാനൊരു നല്ല ഭംഗിയായിട്ടൊരു പാവാട തയ്ച്ചു. അത് നിങ്ങൾ കാണണം, ഞാൻ നിങ്ങളെ ഇത് കാണിക്കാൻ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന്. പക്ഷേങ്കിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തതിനെപ്പറ്റി ചിന്തിച്ചില്ലായിരുന്നു. പക്ഷേ ഇത് തയ്ച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചാലോ, നിങ്ങൾക്കും അതൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും. നമ്മൾ ഈ സെറ്റൊക്കെ എടുക്കുന്നതിൽ ഇനി പിള്ളേർക്ക് സിമ്പിളായിട്ടുള്ളതാണ് ഉപയോഗിക്കാൻ ഇഷ്ടമെങ്കിൽ നമ്മുടെ സാരി കൊണ്ട് തന്നെ നമുക്കൊരു നല്ല പാവാട തയ്ക്കാം. ഈ പാവാട എങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലൊരു വീഡിയോ ഫ്യൂച്ചറിലിടാം. ഇപ്പം ഞാനത് തയ്ച്ചു പോയില്ല, ഇനി മാർഗ്ഗമില്ലല്ലോ. പക്ഷേ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിൾ രീതിയിലുള്ള പാവാടയാണ് തയ്ച്ചാൽ, ഡിസൈനർ സ്കേർട്ടല്ല ഞാൻ തയ്ച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ആ പാവാട ആദ്യം നിങ്ങളെ അപ്പോൾ ഞാൻ സാരി കൊണ്ട് തയ്ച്ച പാവാടയാണ് ഈ കാണുന്നത്. ഇതൊരു നേവി ബ്ലൂവും അതേൽ ഗ്രീനും ഗോൾഡും ബേൺ ഓറഞ്ചും പിങ്കും കൂടി ഒരു കോമ്പിനേഷൻ. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? നോക്കിയേ എന്നാ ഭംഗിയാണ്. നോക്കിയേ നമ്മൾ സാധാരണ നമ്മൾ ലെഹങ്ക വാങ്ങുന്നതിലും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു സിമ്പിൾ വർക്ക് ആകുമ്പോഴേക്കും അതിൻ്റേതായ ഒരു ഭംഗി ഇതേ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മോളുടെ ലെങ്തിനനുസരിച്ച് മുറിച്ചു. മോളുടെ ലെങ്തിനനുസരിച്ച് ഞാനിത് മുറിച്ചു. എന്നിട്ട് ആ മേളിൽ വരുന്ന നമ്മുടെ ആ ബോർഡർ ഉണ്ടല്ലോ, ആ ബോർഡറിനെ എടുത്ത് മുകളിലേക്ക് വെച്ച് കൊടുത്തു. കാരണം ഇത് വളരെ വീതിയുള്ളൊരു സാരിയായിരുന്നു. മുകളിലേക്ക് ഇനി ഞാൻ പറയാൻ വരുന്ന വേറെയല്ല, ഞാൻ എന്നിട്ട് ഈ കളറിൽ, ഈ ബേൺ ഓറഞ്ചിൻ്റെ കളറിൽ എൻ്റെ ഒരു തുണിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മോൾക്ക് ബ്ലൗസ് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ബ്ലൗസ് ഓൾമോസ്റ്റ് തയ്ച്ച് തീരാറായി വന്നപ്പോഴേക്കും ഒരു മോർ ദാൻ ഹാഫ് വേ ത്രൂ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു അപ്പോൾ ഈ വീഡിയോ എന്നിട്ടല്ലോ, കാരണം നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ, നമ്മുടെ സാരി കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല ഭംഗിയുള്ളൊരു പാവാടയും അതിന് ചേരുന്നൊരു ബ്ലൗസും തയ്ക്കാം. അത് വളരെ രസമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ കുഞ്ഞിനെ ഇട്ട് കാണിച്ച് കഴിയുമ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരിക. ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബ്ലൗസാണ്. അപ്പോൾ നമ്മുടെ പാവാടയ്ക്ക് ചേരുന്ന ആ ബേൺ ഓറഞ്ച് കളറിലെ തന്നെ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി. നിങ്ങൾക്ക് കണ്ടോ, ഒരു പ്രിൻസസ് കട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ ചെയ്ത് തീർന്നിട്ടില്ല, കണ്ടോ ഇപ്പോഴും ഇതിൻ്റെ ബാക്കി പാർട്സ് കിടക്കുകയാണ്. ബോട്ടനൊക്കെ വെച്ചേക്കുന്നു. ബാക്ക് ഓപ്പൺ, ഒരു ബാക്ക് ഓപ്പൺ. ഇതൊന്നും ഞാൻ ചെയ്ത് തീർന്നിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഹാഫ് വേ ത്രൂ ആയിട്ടുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇതാണ്, ഞാൻ ഇതിൽ ഇനിയിപ്പോൾ എന്താണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് കടകളിൽ ഇഷ്ടം പോലെ ഇപ്പം നമുക്ക് ഇതിനുള്ള ആക്സസറീസ് കിട്ടും, വാങ്ങാൻ വേണ്ടിയുള്ള എന്ത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഡയമണ്ടി സ്ട്രിപ്പ് ഇത് നമുക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കാവുന്നൊരു സാധനമാണ്. നമുക്ക് കടകളിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എല്ലാം ഇതിനെപ്പറ്റി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ സാധനം ഈ നെക്ക് ലൈൻ കൂടി അവൾക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഓർത്തു എൻ്റെ ഇനി ഒരു എംബ്രോയ്ഡറി, നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് എംബ്രോയ്ഡറീസ് വാങ്ങാൻ കിട്ടത്തില്ലേ, അത് നമുക്ക് ജസ്റ്റ് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി. അതുപോലത്തെ ഒരെണ്ണം ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഞങ്ങൾക്ക് നാട്ടിലെ പോലെ ഷോപ്പിൽ പോകാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ഒരു സാധനമാണ് എംബ്രോയ്ഡറി. അപ്പോൾ ഞാൻ ഓർത്തു ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാണുന്ന പൂക്കളും ഈ ഗ്രീനും ഈ ഓറഞ്ചും റെഡും എല്ലാം നമ്മുടെ പാവാടയിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുകൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്ത് ഈ വർക്ക് ചെയ്തതിന് ശേഷം, നിങ്ങൾക്കറിയാമല്ലോ ജസ്റ്റ് തയ്ച്ചും ഒട്ടിച്ചും പിടിപ്പിച്ചാൽ മതി, അതോടെ ഇതിൻ്റെ പണി തീരും. അപ്പം ഇത് ചെയ്തതിന് ശേഷം മോളെ ഇടിച്ചിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സാരീസ് വളരെ ചീപ്പായിട്ട് കിട്ടും. സാരി വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ തയ്ക്കാവുന്നുള്ളൂ. പാവാട എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, ഒട്ടും തന്നെ നോക്കാനില്ല, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് പാവാട ചെയ്തതെന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ചെയ്തിട്ട് മോളെ ഇട്ട് കാണിക്കാം. എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ.